എൻ്റെ അറിവ്, ഞങ്ങളുടെ അറിവ് ശരിയാണെങ്കിൽ ഈ പറയുന്ന പല ആളുകളും പേടിച്ചിട്ട് മാത്രമാണ് പോലീസിൽ പരാതി നൽകാതിരുന്നത്. ഈ പെൺകുട്ടി പോലും വലിയ സമ്മർദ്ദത്തിനൊടുവിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും സംഘത്തിൻ്റെയും വലിയ ഭീഷണികൾ ഈ പെൺകുട്ടിക്കെതിരെ ഉണ്ടായിരുന്നു. സ്വകാര്യ ദൃശ്യങ്ങൾ ചിത്രങ്ങളായും ദൃശ്യങ്ങളായും പകർത്തിവെച്ച് അവരെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് FIR-ൽ തന്നെ പറയുന്നു. പീഡിപ്പിക്കുക, അതിനുശേഷം ഭീഷണിപ്പെടുത്തുക, ബ്ലാക്ക്മെയിൽ ചെയ്യുക, സമ്മർദ്ദത്തിലാക്കുക, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക, വീണ്ടും വീണ്ടും പീഡിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കർണാടകയിലെ കേസ് പോലെ വളരെ വലിയ മാനങ്ങളുള്ള ഒരു കേസാണ്. അതുകൊണ്ട് ആ നിലയിൽ ഈ കേസിനെ കൈകാര്യം ചെയ്യണം. ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടുപിടിക്കാൻ ഒരു MLA ആയിട്ടുള്ള ഒരാളെ, പൊതുസമൂഹത്തിൽ ഇത്രയും അറിയപ്പെടുന്ന ഒരാളെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നത് മലയാളികൾ വിശ്വസിക്കുന്ന ഒരു കാര്യമല്ല. ഒന്നുകിൽ മുങ്ങാൻ എന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിവിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ മുങ്ങാൻ സഹായിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ.